ഇന്നിവിടെ കാണിക്കുന്നത് ജാലന്ധർ ബന്ധ എന്നാണ്. ജാലന്ധർ ബന്ധ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടായിട്ടുള്ള മെഡിറ്റേഷൻ പോസിൽ ഇരുന്നു കൊണ്ട് നട്ടിൽ നിവർന്ന് കണ്ണുകൾ അടച്ച് ദീർഘമായ ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ താടിയെല്ലിനെ കഴുത്തിൻ്റെ കുഴിയിലേക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രീത്ത് എടുക്കാൻ പാടില്ല. തിരിച്ച് വീണ്ടും ബ്രീത്ത് എടുത്തുകൊണ്ട് കഴുത്ത് നിവർന്ന് വരാവുന്നതാണ്. വീണ്ടും ബ്രീത്ത് വിട്ടുകൊണ്ട് നമ്മൾ താടിയെ കഴുത്തിലേക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിനെയാണ് ജാലന്ധർ ബന്ധ എന്ന് പറയുക. നമ്മുടെ വിശുദ്ധി ചക്ര കഴുത്തിൻ്റെ ഭാഗത്തും ആജ്ഞാചക്ര നെറ്റിയിലുമാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് ചക്രകളെയും ആക്ടിവേറ്റ് ആക്കുന്നതാണ് ജാലന്ധർ ബന്ധ. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലൂടെയാണല്ലോ തലച്ചോറിൽ നിന്നും നിരവധി നാഡീഞരമ്പുകൾ നമ്മുടെ കഴുത്തിലൂടെയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാലന്ധർ ബന്ധ വളരെ വിശേഷപ്പെട്ട ഒരു ലോക്കിംഗ് പ്രക്രിയയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികളെ ആക്ടിവേറ്റ് ആക്കുന്നതിനും ഇത് വളരെ നല്ല ഒരു ബന്ധയാണ്. അതാണ് ജാലന്ധർ ബന്ധ എന്ന് പറയുന്നത്.